ഈ കുടുംബ ബന്ധം യൂറോപ്പിൽ ഇല്ല. ആരാണ് കുടുംബ ബന്ധം ഇല്ലാതാക്കിയത്? സിഹർ. മാ യുഫർരിഖൂന ബൈനൽ മർഇ വസൗജിഹി മാ യുഫർരിഖു ബിഹി ബൈന. അങ്ങനെയല്ലേ? ഏതാണ് ആയത്ത്? മാ യുഫർരിഖു ബിഹി 102-ാമത്തെ ആയത്ത് എടുത്തു. മാ യുഫർരിഖു ബിഹി, അങ്ങനെയല്ലേ മോനെ? ബൈന അല്ലേ? മാ യുഫർരിഖു ബിഹി ബൈനൽ മർഇ വസൗജിഹി. 102. ഒന്ന് അവർ പഠിച്ചു യുഫർരിഖു ബിഹി, അത് കാരണം വിട്ടുപിരിക്കും. ആരെ? ബൈനൽ മർഇ വസൗജി, ഒരാളെയും ഇണയുടെയും ഇടയിൽ വിട്ടുപിരിക്കും. അപ്പൊ ഇണബന്ധം അവിടെ ഉണ്ടാവില്ല. അതാണ് എന്ത്? സിഹിർ. ഈ സിഹിർ ലോകത്ത് ഇനിയിപ്പോ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പം മനസ്സിലാവും. ഇത് ഇല്ലാതാക്കിയ ജനതയാണ് ഏത്? യൂറോപ്യൻ ജനത. അവരുടെ ഭാര്യ ഭർത്താവില്ല. അതെ അതെ. മാ യുഫർരിഖൂന ബിഹി. അതെ. ഫയതഅല്ലമൂന മിൻഹുമാ. ഹാറൂത്ത് മാറൂത്തിൽ നിന്ന് ഈ ജനങ്ങൾ പഠിക്കാൻ തുടങ്ങി. മാ, ഒരു വിദ്യ. യുഫർരിഖൂന ബിഹി, ആ വിദ്യ കൊണ്ട് അവർ വിട്ടുപിരിക്കും. ബൈനൽ മർഇ വസൗജിഹി, ഒരാളെയും അയാളുടെ ഇണയുടെയും ഇടയിൽ. അപ്പൊ ഒരു വിദ്യ, ആ വിദ്യ കൊണ്ട് അവർ ഒരാളെയും ഇണയുടെയും ഇടയിൽ വിട്ടുപിരിക്കും. അപ്പൊ ഏതാണ് ആ വിദ്യ? സിഹർ. അലൈക സ്വലാത്തുല്ലാഹി ഫീ കുല്ലി തുർഫത്തിൻ കദാക സലാമുൻ മിസ്ല മിസ്കിൻ ഔ അത്യബു. അലൈക സ്വലാത്തുല്ലാഹ്, അല്ലാഹുവിന്റെ സ്വലാത്ത് അങ്ങയുടെ മേൽ ഉണ്ടാവട്ടെ. ഫീ കുല്ലി തുർഫത്തിൻ, എല്ലാ ഓരോ സെക്കൻഡിലും, ഓരോ ഇമവിട്ടുന്ന സെക്കൻഡിലും, എല്ലാ നിമിഷങ്ങളിലും, നിമിഷാർത്ഥങ്ങളിലും എല്ലാം അല്ലാഹുവിന്റെ സ്വലാത്ത് അങ്ങയുടെ മേൽ ഉണ്ടാവട്ടെ. സുമ്മ സലാമു, അല്ലാഹുവിന്റെ സലാം ഉണ്ടാവട്ടെ. ഇതുപോലെയുള്ള സലാം. മിസ്കിൻ, കസ്തൂരിയെ പോലെ സൗഗന്ധികമുള്ള സലാം. അത്യബു, അല്ലെങ്കിൽ അതിനേക്കാൾ സുഗന്ധപൂരിതമായ സലാം. കണ്ടില്ലേ? അവിടെ ഇങ്ങോട്ട് തെറ്റുന്നത്. ആദ്യം അലൈക്കാറും അലേഹി. സ്വലാത്തുല്ലാഹി സുമ്മ സലാമു സ്വലാത്തൻ ലനാ കുല്ലൽ മഖാമാതി തജ്ലിബു. അലൈഹി സ്വലാത്തുല്ലാഹ്, അല്ലാഹുവിന്റെ സ്വലാത്ത് അവിടുത്തെ മേലുണ്ടാവട്ടെ. സുമ്മ സലാം, അല്ലാഹുവിന്റെ സലാം ഉണ്ടാവട്ടെ. സ്വലാത്തിന് ഒരു തരം സ്വലാത്തും സലാമും ലനാ, നമുക്ക്, കുല്ലൽ മഖാമാതി, എല്ലാ മർത്തബകളെയും തജ്ലിബു, അത് വലിച്ചു കൊണ്ടുവന്നു തരും. ഈ സലാത്ത് നമുക്ക് വലിച്ചുകൊണ്ടെന്ന് തരും. എന്തിന്? കുല്ലൽ മഖാമാതി, എല്ലാ മഖാമുകളെയും. ദുനിയൻ ഉഖ്റൻ, ദുനിയാവിൽ നീ നേടാൻ ആഗ്രഹിക്കുന്നതെല്ലാം സലാത്തോണ്ട് നേടും. ഉഖ്റൻ, ഉഖ്റവിയായ ലോകത്ത് നേടാനുള്ള സലാത്തോണ്ട് നേടും. എല്ലാം നടക്കും സലാത്തോണ്ട്, എല്ലാം നടക്കും. നടക്കാത്തൊന്നുമില്ല. നടക്കാന്ന് പറയുമ്പോൾ അവിടെ മനസ്സിലാക്കണം, റസൂലിനെ ഉൾക്കൊള്ളല, പുണ്യ റസൂലിനെ ഉൾക്കൊള്ളുന്നതാണ്. അത് നമ്മൾ മനസ്സിലാക്കിയതെന്നല്ല റസൂൽ. ഞങ്ങളോട് പറഞ്ഞില്ലേ, എനിക്ക് ബദർ യുദ്ധം എന്റെ കുട്ടിക്കാലം മുതലേ എന്റെ തലയിൽ ബദർ യുദ്ധം അതൊക്കെ ബദരീങ്ങൾ തലയിൽ കയറും, ബദർ യുദ്ധം തലയിൽ കയറില്ല. അതല്ല എന്റെ മനസ്സ് പറയും. എനിക്ക് ബദർ യുദ്ധത്തിൽ നബി അബൂജഹലിന്റെ സംഘത്തോട് പടവെട്ടി എന്നൊക്കെ പറയുമ്പോൾ അതാണ് അല്ലാഹു റസൂലിൻ്റെത് ഒക്കെ പൂർത്തിയായി. എനിക്കത് മനസ്സിലാവും. എനിക്ക് എന്റെ മനസ്സ് പറയും അത് ശരിയല്ല. ബദരീങ്ങൾ മഹാന്മാരാന്ന് എനിക്ക് ഞാൻ അംഗീകരിക്കും. പക്ഷെ ബദർ യുദ്ധത്തിൽ സംഭവിച്ചു എനിക്ക് തോന്നുന്നില്ല. അതൊന്നുമല്ല റസൂലുള്ള വന്നത്. അത് എന്റെ കുട്ടിക്കാലം എന്റെ മനസ്സിനോട് അത് ശരിയല്ല കേട്ടോ, അത് ശരിയല്ല. അത് കണ്ടുപിടിച്ചതാണ് നിയോഗമെന്ന പുസ്തകം. കണ്ടുപിടിച്ചു എന്തിനാ നബി വന്നത് പുസ്തകത്തിൽ. ബദർ യുദ്ധം എനിക്ക് ഒന്നുമല്ല. ഞാൻ നിങ്ങൾക്ക് എന്തു പറയാം? എന്നാ എന്തുമാണ് നിങ്ങൾ വിചാരിച്ചല്ല ബദർ യുദ്ധം. ബദർ യുദ്ധത്തിൽ വേറൊരു പൊസിഷനാണല്ലോ. റഹ്മത്തുല്ലിൽ ആലമീനത്തെ എങ്ങനെയാ അബൂജഹൽ ജീവൻ പോയി. റഹ്മത്തുല്ലിൽ ആലമീനത്താ അബൂജഹൽ. ആ വിരലൊന്ന് ചൂണ്ടിയ ചന്ദ്രൻ പിളരുമ്പോഴത്താ ഈ 5.5 ഫൂട്ടുള്ള അബൂജഹൽ. നിങ്ങൾക്കൊക്കെ പീരാണ്, നിങ്ങൾക്ക് നിങ്ങളെ പഠിപ്പിച്ചോളിക്കില്ല. അന്തല്ല, അന്തങ്ങമ്മികളാണ്. എടാ ചങ്ങായി, ഇതെങ്ങനെയാ അബൂജഹൽ റസൂലുള്ളാഹി? ബദരീങ്ങളെ പൊസിഷൻ വേറെയാണ്. ബദരീങ്ങൾക്ക് ബദർ യുദ്ധത്തിനേക്കാൾ സ്ഥാനമുണ്ട്. എന്താ ബദരീങ്ങളെ സ്ഥാനം? അവർ എന്തിനും തയ്യാറായി പോകുക റസൂലുള്ളാഹിന്റെ കൂടെ. അവർ ഭാര്യമാരെ വിളിച്ചു പറയാൻ, നിന്നെ ഞാൻ തലാക്ക് ചൊല്ലിത്തരാം, ഇജ്ജ് വേറെ ആരത്തെ ഭാര്യക്കോ, എന്തിനും ഞാൻ മടങ്ങി വരാൻ സാധ്യതയില്ല, ഞാൻ റസൂലുള്ളാഹിക്ക് മരിക്കാൻ പോകുക. ഈ മനുഷ്യന്മാരുടെ സ്ഥാനത്തറിയാം. അതൊക്കെ അബൂജഹൽ ഞാൻ കാണുന്നില്ല. അബൂജഹൽ റസൂലുള്ളാഹിക്ക് ഒന്നുമില്ല. എടാ എവിടെയാണ് ആധുനിക സയൻസ് പറയുന്നത്? 3 ലക്ഷം കിലോമീറ്റർ അപ്പുറത്താണ് എന്ത്
ചന്ദ്രൻ 3 ലക്ഷം കിലോമീറ്റർ അപ്പുറത്താണ് ചന്ദ്രൻ. ഈ ചന്ദ്രനെ ഒന്ന് ഇങ്ങനെ ചൂണ്ടിയപ്പോഴത്തേന് പിളർത്തിയില്ലേ? പിളർന്ന് ജബൽ അബി ഖുബൈസിന്റെ അപ്പുറത്ത് ഒരു പിളർപ്പും ഇപ്പുറത്തൊരു പിളർപ്പും നിർത്തിയ മനുഷ്യർ എന്താണ് എങ്ങനെ അബൂജഹൽ ഒന്നിങ്ങനെ ചൂണ്ടിയാവും ജീവൻ പോകും. അബൂജഹലിനെ ഒന്നല്ലാതാക്കാൻ റസൂലുള്ളാഹിക്ക് യുദ്ധം ചെയ്യും. ആരുടെ അബൂജഹൽ? പിന്നെ എന്തിനും വേണം ശത്രു. അപ്പൊ അവിടെ അവരോധിക്കപ്പെട്ട ശത്രു ആര്? അബൂജഹൽ. അത്രയേ ഉള്ളൂ. അത് ഇബ്രാഹിം നബിക്ക് നമ്രൂദാണ്, മൂസാ നബിക്ക് ഖാറൂനാണ്, ഫിറഔനാണ്, മുസ്തഫാക്കത് അബൂജഹലാണ്. അത്രയേ ഉള്ളൂ. ഒരാള് വേണല്ലോ. പ്രതിപക്ഷം ഇല്ലെങ്കിൽ പിന്നെ എതിരില്ലാതെ തെരഞ്ഞെടുക്കൂല. തെരഞ്ഞെടുപ്പ് നാളാണ് രസം. നമ്മളൊരു ആള് നിയമസഭയ്ക്ക് നോമിനേഷൻ കൊടുത്തു, പിന്നെ ആരും അവിടെ കൊടുത്തില്ലെങ്കിൽ ആ നാട്ടിലെ ചെക്കന്മാർ വരെ ചൂടാവും. ഇതെന്ത് പരിപാടിയാ? നമുക്കൊന്ന് ചാടി കളിക്കണമെങ്കിൽ എന്ത് വേണം? ഏതെങ്കിലും ഒരു എതിരാളിന്ന് കണ്ടേ? 10 വോട്ടെങ്കിലും മറ്റൊന്നും കിട്ടണ്ടേ? അപ്പോഴല്ലേ 90 വോട്ടിന് വില ഉള്ളൂ. 100 വോട്ട് ഇയാൾക്കാണെങ്കിൽ പിന്നെ വില ഉണ്ട്. മനസ്സിലാക്കാം. ബദർ ഖുർആൻ പറഞ്ഞതാണ്. ആ കാസിമി എന്നെപ്പോലത്തെ അന്തം തമ്മിലുള്ളത് പറയണത്. അപ്പൊ അങ്ങനെ തന്നെ പറഞ്ഞോ, എനിക്ക് പണ്ടേ എന്റെ തലയ്ക്ക് ബദർ യുദ്ധം കയറും. അതൊന്നും നബിയുടെ ലക്ഷ്യമല്ല. എന്നാ ബദർ യുദ്ധം നബിയുടെ ലക്ഷ്യമല്ലേ? ആണ്. ബദർ യുദ്ധം പൂർത്തിയായിട്ടില്ല. ബദർ യുദ്ധം പൂർത്തിയാകുന്നത് മക്ക ഫതഹ്, യൂറോപ്പിനെതിരെ യുദ്ധം ബദർ യുദ്ധം എന്ന അവസ്ഥ. യൂറോപ്പിനെതിരല്ലാതെ നബി ഒരു യുദ്ധം ചെയ്തിട്ടേ ഇല്ല. അത് ഖുർആനിൽ പറഞ്ഞ എല്ലാ മഹാന്മാരും യൂറോപ്പിനെതിരാണ്. ഈസാ നബി ആക്രമിച്ച യൂറോപ്യന്മാരാണ്. മൂസാ നബി ആക്രമിച്ച യൂറോപ്യന്മാരാണ്. ഇബ്രാഹിം നബി അവസാനത്തെ എല്ലാ ബിംബങ്ങളെയും അടിച്ചുടച്ച് ഒരു ബിംബത്തിന്റെ കഴുത്തിൽ കോടാലി തൂക്കില്ല. അതേതാ ബിംബം? മർദ്യൂക്ക്. ആരാ മർദ്യൂക്ക്? സ്യൂസ്. ആരാ സ്യൂസ്? കിങ് ഓഫ് ഗോഡ്സ്. ആരുടെ? യൂറോപ്യന്മാരുടെ. അതന്നെ ഇവിടെ ഹുബാൽ, ഏറ്റവും വലിയ ദൈവം മക്കയില്. അപ്പൊ യൂറോപ്യനൈസേഷനെതിരെയാണ് നബി യുദ്ധം ചെയ്യുന്നത്. അതിന്റെ ആദ്യത്തെ യുദ്ധമാണ് ഏത്? ബദർ. തീരണമില്ല. മക്ക ഫതഹിലാ തീരുന്നത്. അതോടുകൂടെ യൂറോപ്യനൈസേഷൻ അവസാനിച്ച് ഉമ്മുൽ ഖുറയിൽ. പിന്നെ അബ്ദുൽ അസീസ് രാജാവ് ആ യൂറോപ്യനൈസേഷനെ തിരിച്ചു കൊണ്ടുവന്നു 1900-ന്റെ തുടക്കത്തിൽ. ഇപ്പോൾ യൂറോപ്പിന്റെ കയ്യിലാണ് മക്ക. അതുകൊണ്ടാണ് മഹദി വരേണ്ടി വരുന്നത്. മക്കയിൽ യൂറോപ്പ് കയറിയിട്ടില്ലെങ്കിൽ മഹദി വരേണ്ട ആവശ്യം ഉണ്ടാവില്ല. അന്തല്ലാത്തവരെ, നിങ്ങൾ മൂല്യന്മാരെ തല നന്നാക്കാത്തിന് എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു അന്തം കൊടുക്കായിട്ടാണ്. യൂറോപ്പിനെതിരെ മാത്രമേ നബി വരൂ. ഒരു പുണ്യപുരുഷൻ. എന്തുകൊണ്ട് ഏഷ്യക്കാരെ എന്തുകൊണ്ട്? ഏഷ്യൻ മനസ്സും യൂറോപ്യൻ മനസ്സും രണ്ടാണ്. ഏഷ്യൻ മനസ്സ് ഏത് മതക്കാർക്കും ഒറ്റ മനസ്സാണ്, നന്മയുള്ള മനസ്സാണ്. ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ഒരു മനസ്സാണ്. എല്ലാവരും നല്ലവരാണ്. പിന്നെ എപ്പോഴാണ് അവർ നാശാവുക? എപ്പോഴാണ് അവർ നാശാക്കുക? മനസ്സിലാവണില്ലേ? എപ്പോഴാണ് അവർ നാശാക്കുക? അവരേക്ക് യൂറോപ്പിൽ കയറണം. ആരാണ് ഈസാ നബിയെ കുരിശി തറക്കാൻ വേണ്ടി ആളെ പറഞ്ഞയച്ചത്? പിലാത്തോസ്. ആരാ പിലാത്തോസ്? ഗ്രീസിന്റെ ഗവർണർ. ആളാരെ? ശുദ്ധ യൂറോപ്യൻ. ഈ യൂറോപ്യനൈസേഷനെതിരാണ് ആര് യുദ്ധം ചെയ്യുന്നത്? മർദ്യൂക്കിന്റെ കഴുത്തിൽ കോടാലി യുദ്ധം. ആര്? ആ യൂറോപ്യന്മാർക്ക് കഷ്ടപ്പെട്ടാണ് ഈ ബാബിലോണിയം വിട്ട് പോരുന്നത്. ആര്? സയ്യിദ് ഇബ്രാഹിം. ഫറോവമാരാരാ? യൂറോപ്യൻ സിവിലൈസേഷന്റെ ഏറ്റവും വലിയ അതാണ്. യൂറോപ്പിനെതിരെ വന്ന നബിയാണ് സയ്യിദ്ന മൂസ. യൂറോപ്പിനെതിരെ വന്ന ആളാണ് സയ്യിദ്ന ദാവൂദ്, സയ്യിദ്ന സുലൈമാൻ. സുലൈമാൻ. ബ്ലാക്ക് മാജിക്കിനെതിരെ കൂടോത്രം. ആരാ കൂടോത്രത്തിന്റെ ആളുകൾ? യൂറോപ്യന്മാർ. ലോകത്ത് ബ്ലാക്ക് മാജിക് എന്ന കൂടോത്രത്തെ താലോലിച്ച ഒരു ജനത മാത്രമേ ഉള്ളൂ ലോകത്ത്. അത് യൂറോപ്യന്മാരാണ്. യൂറോപ്യന്മാർക്ക് ബ്ലാക്ക് മാജിക് ഇല്ലാതെ മുന്നോട്ട് അങ്ങനെ കഴിയില്ല. കൂടോത്രം ഇല്ലെങ്കിൽ യൂറോപ്പില്ല. യൂറോപ്പ് താലോലിക്കുന്ന ആളല്ലേ ആര്? യൂറോപ്പ് താലോലിച്ച് വളർത്തിക്കൊണ്ട് നടക്കുന്ന ഒരാളുണ്ടല്ലോ. ആളാരാ? ദജ്ജാൽ. അയാളെ പറ്റി പുണ്യ റസൂൽ എന്താ പറഞ്ഞത്? സയ്യിദു സഹറ. സാഹചര്യങ്ങളെ നേതാവ്. എന്താണ് നിങ്ങൾ മനസ്സിലാക്കാത്തത്? മനസ്സിലാവണില്ല. ഈ സിഹിറിനെതിരെ ഷിർക്ക്, സിഹിർ, ഏട്ടൻ, അനുജൻ. ആരാണ് ഏട്ടൻ? അല്ലാഹു ആണ്. അശ്ശിർക്കു ബില്ലാഹി വസ്സിഹർ. ഷിർക്ക്, സിഹിർ. വഖത്തുൻ നഫ്സ്. ഖത്ലോ? ഖത്ൽ ചിലപ്പോൾ മംദൂഹാവും. ഖത്ൽ മൂന്നാമത്തേതാണ്. കൊല്ലൽ മൂന്നാമത്തേതാണ്.
വൻദോഷങ്ങളിൽ ഒന്നാമത്തതല്ല കൊലപാതകം, മൂന്നാമത്തതാണ്. ഒന്നാമത്തത് ശിർക്ക്, രണ്ടാമത്തെ സിഹർ, സിഹറാണ് ശിർക്ക്, ശിർക്കാണ് സിഹർ. ഏട്ടൻ അനുജൻ. ആരാണ് ഏട്ടൻ അറിയില്ല. ശിർക്ക് ഒരു വിശ്വാസമാണ്. അതിന്റെ കർമ്മം, അതിന്റെ അത് പ്രൊട്ടക്റ്റായി പ്രൊഡ്യൂസ് ചെയ്തിട്ട് പുറത്തു വരുന്നതാണ് എന്ത്? സിഹർ. സിഹർ ഇല്ലാതെ ശിർക്ക് ഉണ്ടാവില്ല, ശിർക്കില്ലാതെ സിഹർ ഉണ്ടാവില്ല. ടിൻസാണ് ഇവർ തമ്മിൽ, ആരും അത് ഒപ്പ പറയണ്ടേ, പിന്നെ ഒപ്പം കൂടി രണ്ടും കൂടി പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് ഒന്നിനെ മുന്തിച്ച് ഒന്നിനെ പിന്തിച്ച്. ശിർക്കാണ് സിഹർ, സിഹറാണ് ശിർക്ക്. അത് ആലോചിച്ച് കൊണ്ടിടക്കുന്ന ജനതയാണ് ഏത്? അതിന്റെ അവസാനം ഇല്ലേ, ഒരു ആയത്തിന്റെ അവസാന ഭാഗത്തില് ഭാര്യ ഭർത്താവിനെ വിട്ടുപിരിക്കാം. ഭാര്യ ഭർത്താവിനെ വിട്ടുപിരിച്ച ജനതേതാ? പറയണ്ട ചങ്ങായി, അന്തല്ലാത്തവനെ എനിക്കൊക്കെ ചങ്ങായി ഈ ദുനിയാവിൽ ജീവിക്കണം. എന്തിനങ്ങളൊക്കെ ഈ ലോകത്ത് ജീവിക്കണം? എന്താണ് ഉദ്ദേശം? എടാ ചങ്ങായിമാരെ, ഭാര്യയും ഭർത്താവിനെ വിട്ടുപിരിക്കുന്ന ജനതേതാ? ഒരു ജനതയിൽ ഭാര്യയും ഭർത്താവും ഇല്ലങ്ങായി. ഒരുത്തനെ കണ്ട നമുക്ക് പോകല്ലേ, പോകും. അപ്പൊ ഓള് പോണീന്റെ അടിയിൽ അതിനേക്കാളും കരുത്തുള്ള വേറെ എത്ര കണ്ട ഇങ്ങോട്ട് വരുന്നു, പോയി. ഓൽക്കടിയിൽ എന്തില്ല? ഭാര്യ ഭർത്തൃ ബന്ധമല്ല, വ്യഭിചാരേ ഉള്ളൂ. ഇത് ഉണ്ടാക്കിയതാരാ? ഇതാണല്ലോ ഇവിടെ ഇതിനൊരു ജനത ഇന്ന് ലോകത്തേതാ? യൂറോപ്പ്. ആ യൂറോപ്പ് ഇപ്പൊ ഇന്ത്യയിലേക്ക് കയറി വരികയാണ്. ഇനി ഇവിടെ ഭാര്യ ഭർത്താവ് ഉണ്ടാവില്ല. ഈ ലോകത്ത് ഭാര്യയും ഭർത്താവിനെ വിട്ടുപിരിച്ച ഒരു നാഷണാലിറ്റി, ഒരു നേഷൻ ലോകത്തുണ്ടെങ്കിൽ അത് ഏതാണ്? യൂറോപ്പ്. അവിടെ ഭാര്യ ഭർത്താവ് ഇല്ലങ്ങായി, അവിടെ ഗേൾ ഫ്രണ്ട് ബോയ് ഫ്രണ്ട്. എന്തിനാ വിട്ടുപിരിച്ച? എന്താ ഉണ്ടാകുക? പറയാം, വിട്ടുപിരിച്ച എന്താ ഉണ്ടാകുക? വ്യഭിചാരം. എന്തിനാ വിട്ടുപിരിക്കണേ? ഓർക്കോള ആഗ്രഹം, ഓന്റെ ആഗ്രഹമല്ലേ. പിന്നെന്തിനാ വിട്ടുപിരിക്കണേ? ഭാര്യ ഭർത്താവ് എന്ന സംവിധാനം ഇല്ലാതായാൽ ആഗ്രഹം പൂർത്തീകരിക്കും. പക്ഷെ എന്തുണ്ടാവില്ല? എണബന്ധങ്ങളല്ല, എണചേരലുണ്ടാവും, എണയുണ്ടാവില്ല. എണയെയും വിട്ടിരിക്കും, എണചേരലുണ്ടാവും. മനുഷ്യനുള്ള കാലത്തോളം എന്തുണ്ടാവും? അവന്റെ ആഗ്രഹം തിന്നാന്, കുടിക്കാന്, ഭോഗിക്കാന് മനുഷ്യന്റെ ആഗ്രഹങ്ങളൊക്കെ നടക്കും. പക്ഷെ എന്തുണ്ടാവില്ല? എണയും ഉണ്ടാവില്ല. യുഫര്യക്കൂന ബൈനൽ, അവര് സ്ത്രീ പുരുഷന്മാർ തമ്മിലുള്ള ശാരീരിക ബന്ധം ഇല്ലാതാക്കുന്ന ആയത്തിലുണ്ടോ? ഇല്ല. എന്തേ ഉള്ളൂ? എണബന്ധം ഇല്ലാതാക്കും, എണചേരലുണ്ടാക്കും. അപ്പൊ എന്താ ഇവിടെ ഉണ്ടാവുക? വ്യഭിചാരം. വ്യഭിചാരത്തിന് നേഷൻ ലോകത്തുണ്ടെങ്കിൽ അവർക്കില്ല. അവർക്ക് എന്തില്ല? ഭാര്യയും ഭർത്താവും ഇല്ല, കൂടെ ജീവിക്കും. ഞാൻ 10 കൊല്ലം മുമ്പ് പരശുരാം എക്സ്പ്രസിന് കണ്ണൂർ കാസർഗോഡ് പോകും. കാസർഗോഡ് അപ്പോൾ കോഴിക്കോട് കയറിയപ്പോൾ എനിക്ക് പിന്നെ AC കമ്പാർട്ട്മെന്റിൽ AC ചെയർക്കാറിൽ സീറ്റ് കിട്ടി. പിന്നെ ഈ TT ഒരു സീറ്റ് തന്നു. അവിടെ ഞാൻ ഇരിക്കുമ്പോൾ തൊട്ടടുത്തൊരു മദാമിയും സായിപ്പും. അങ്ങനെ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ എന്തോ അവർ എനിക്കൊരു ബിസ്ക്കറ്റോ മറ്റോ വെച്ച് നീട്ടി. അപ്പോൾ ഞാനത് അവർക്ക് സംസാരിക്കാൻ നമുക്കൊരു ആക്സസ് ആയില്ല. ബിസ്ക്കറ്റൊക്കെ വാങ്ങി. പിന്നെ ചോദിച്ചു, അങ്ങനെ വർത്താനം. അപ്പൊ ഇയാള് ഇസ്രായേലിയ. ആര്? ആണ്. അവൾ ഫ്രാൻസുകാരിയാണ്. അപ്പൊ ഞാൻ പിന്നെ ചോദിച്ചു, പിന്നെ ഇസ്രായേലിയായി നിങ്ങൾ ഫ്രാൻസിന് എങ്ങനെ കല്യാണം കഴിച്ചു എന്ന് ചോദിച്ചു. അപ്പോ ഇയാൾ പറഞ്ഞു, എന്ത് കല്യാണം കഴിച്ചില്ല, ഞങ്ങൾ ഇന്നലെ കൊച്ചിയിൽ വെച്ച് കണ്ടുമുട്ടിയതാണ്. ഞാൻ മംഗലാപുരത്തേക്കാണ്, അവൾ കണ്ണൂരിലിറങ്ങും. അപ്പോൾ ഇവർ തമ്മിലുള്ള ബന്ധം എന്താണ്? ഒരു രാത്രി ഇന്നലെ എയർപോർട്ടിൽ നിന്ന് കണ്ടു. അപ്പൊ നമുക്ക് രണ്ടൊക്കെ ഒന്നിച്ച് റൂം എടുക്കായിരുന്നു. ഒരു റൂം എടുത്തു, പോലെ ആവശ്യം കഴിഞ്ഞു, പോയി. ഇനി ഇന്നോനും മംഗലാപുരത്ത് വേറെ ആൾ കിട്ടും. ഇതിനാണ് പോത്ത് എന്ന് പറയാം. ഇതിനല്ലേ പോത്ത് അറിയാം? പറയാ കുട്ടി, ഇതിനല്ലേ പോത്ത് എന്നറിയാം. എണബന്ധം, എണച്ചേരിൽ പോത്തുകൾക്കിടയിലുണ്ട്, എണബന്ധമല്ല. പോത്തിന് മനസ്സിലല്ലേ? പോത്തിന്റെ ഒരു പെണ്ണുങ്ങളില്ലല്ലോ. കണ്ട പോത്തിയൊക്കെ ആരാണ്? പറയടോ, പണ്ട പോത്തികളെല്ലാം പോത്തിന്റെ പെണ്ണുങ്ങളാണ്. തന്നെ യൂറോപ്പ്. ഒരു എണബന്ധമല്ല. ഞാൻ അത്ഭുതപ്പെട്ടു മനുഷ്യന്മാരുടെ അവസ്ഥ. അതങ്ങനെയാണ്. എന്തിനാണ് അവരത് ചെയ്യുന്നത്? ഇത് ഈ ആയത്താർക്കെതിരാണ്? യൂറോപ്പിനെതിരാണ്. ഇത് ഇന്ന് നടക്കുന്ന യൂറോപ്പിനൈസേഷൻ 1400 കൊല്ലം മുമ്പ് നടക്കേണ്ടതാ. അത് നിർത്തിയത് മുഹമ്മദ് മുസ്തഫയാ. അതിലാണ്ട് ഒതുക്കി.
ഇപ്പൊ നേരം വൈകി അതിന്റെ കട്ടി പിൽക്കാലത്തെ മുസ്ലിമീങ്ങൾ ഇല്ലാതെയാക്കി. നമ്മൾ ബായി ആക്കി. നമ്മൾ ഒരു അവർ ഉടുമ്പിന്റെ മാളത്തിൽ കയറിയാൽ അവിടെ നിങ്ങൾ കയറും. അവിടേക്ക് നമ്മൾ എത്തിയപ്പോൾ അവരെ നമ്മൾ അഡോപ്റ്റ് ചെയ്തു. അല്ലാതെ സിഹിർ എന്തിനു വന്നല്ല, എന്റെ പീഡിയ പൊളിച്ചാൻ വന്നല്ലെങ്ങായി. മറ്റേ പീഡിയക്കാരൻ നമ്മളെ പീഡിയന്റെ മുന്നിൽ സിഹിർ ചെയ്തു. സിഹിർ വന്നത് എന്തിനല്ല, പീഡിയ എന്റെ പീഡിയുടെ കച്ചവടം പൊളിക്കാം വന്നതല്ല. പക്ക ജാഹിലേ, എന്തിനാ സിഹിർ വന്നത്? എണബന്ധമില്ലാതായാൽ എണചേരലുണ്ടാവും, എണബന്ധമില്ലാതെയാവും. അപ്പോൾ പിന്നെ മനസ്സിലായില്ല, മനുഷ്യന്മാർക്കിടയിലുള്ള ഉത്തമമായ ബന്ധങ്ങൾ ഇല്ലാതെയാവും, ധർമ്മമില്ലാതെയാവും, സത്യമില്ലാതെയാവും, നേരില്ലാതെയാവും. എന്തിനും കുടുംബമാണ്. മനുഷ്യന്റെ അടിസ്ഥാന കുടുംബമാണ്. ഇപ്പൊ നമ്മൾ മര്യാദക്ക് ജീവിക്കണ കുടുംബമാണ്. കുടുംബമില്ലാത്തവനോ എവിടെയും ജീവിക്കും. ഒരുത്തൻ മര്യാദക്ക് വീട്ടിൽ വരുന്നില്ലെങ്കിൽ പഴയ കാലത്ത് ഭാര്യ ബാപ്പിയും മൂത്താപ്പിയും കൂടി ആലോചിക്കും, എൻ്റെ മകനെ ഞാൻ അവിടെ പഴമാട്ടുമ്പോൾ കിടക്കണം. പിന്നെണ്ടോ രാത്രി 12 മണിക്ക് ഞാൻ നോക്കുമ്പം അങ്ങാടിയിൽ നിന്ന് വർത്താനം കിട്ടുമ്പോൾ ഞാനൊന്ന് ഇറങ്ങി നോക്കി. അപ്പൊ എൻ്റെ മകനോണ്ട് ഓരോ ഉപ്പിന്റെ പൊട്ടിന്റെ മേലെ കുതിർന്ന് വർത്താനം പറയും. അതുകൊണ്ടേ ഓനെ കൊണ്ടാണ് പെണ്ണിടിക്കുക. ഓർമ്മയില്ലേ അങ്ങനത്തെ പറയില്ലേ? അപ്പൊ എന്തിനാണത്? ഓനെ അരാജകത്താണ് അവിടെ. ഇനി പോലീസ് വന്നാൽ മോനെ പൊക്കും. എന്തുകൊണ്ട്? നാട്ടിലന്നെ എന്ത് തോന്നിയ സാധനം ഇവരെ തരിക്കാടുക. നമ്മളെ തറവാട്ടിൽ അങ്ങനെയൊന്നും ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ മര്യാദയ്ക്ക് ജീവിക്കണം. അതിന് എന്ത് വേണം? ഓന് കുടുംബം വേണം. ഓനെ കൊണ്ട് കൊണ്ടിരിക്കുക. ഒരു മനുഷ്യൻ നേരെ നടക്കണം. ഓന് എന്ത് വേണം? കുടുംബം വേണം. അപ്പൊ നിങ്ങൾ നേരെ വിളിട്ട് നിങ്ങളെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ വൈകുന്നേരം തിരിച്ചെത്തണല്ലോ വീട്ടിലേക്ക്. അപ്പൊ അതിനനുസരിച്ച് യോജിച്ചത് നിങ്ങൾക്ക് ചെയ്യുള്ളൂ. നിങ്ങൾ പടച്ചോനെ പേടി മാത്രമല്ല, എൻ്റെ കുട്ടികൾ അറിഞ്ഞാൽ മോശമാണ്, എൻ്റെ പെണ്ണുങ്ങൾ അറിഞ്ഞാൽ മോശമാണ്, ഓളെ അറിഞ്ഞാൽ ഓളെ ആങ്ങളാരെ അറിയും, പിന്നെ എൻ്റെ കുട്ടികളെ കെട്ടിച്ചോരെ അറിയും, കെട്ടിയോരെ അറിയും, കുടുംബം അറിയും. ആ ഭർത്താവ് മോശമാണ്, അത് എനിക്ക് പറ്റൂല. അതെ, നമുക്ക് അവിടെ കച്ചവടം വന്നാൽ അത് പറ്റൂല, ഞാൻ ആ കച്ചവടത്തിനില്ല, ഞാനതിന് പോലില്ല. എന്തേ? അതിൻ്റെ കുപ്പ് ഇജ്ജ് എന്നെ പോലെയല്ല, എനിക്ക് മക്കളെയും കുട്ടികളൊക്കെ കെട്ടിച്ചിക്കണം. ആ കോല അറിഞ്ഞാൽ എനിക്കൊരു മോശമാണ്. അപ്പൊ ഒരു മനുഷ്യനെ നന്നാക്കണ പോലെ എന്താ പറയടെ ചങ്ങായി, പടച്ചോനെ പേടിയൊക്കെ പിന്നെ വയറിൽ പറയല്ലേ, വയറിൽ ഇങ്ങോട്ട് വെടിവെക്കല്ലേ. ഒരു മനുഷ്യനെ നന്നാക്കുന്ന സാധനം എന്താ? ബന്ധം, കുടുംബ ബന്ധം. അങ്ങനെ പറയും, കുടുംബ ബന്ധം. ഈ കുടുംബ ബന്ധം യൂറോപ്പിൽ ഇല്ല. ആരാണ് കുടുംബ ബന്ധം ഇല്ലാതാക്കിയത്? സിഹ്ർ. മാ യുഫർരിഖൂന ബൈനൽ മർഇ വസൗജിഹി മാ യുഫർരിഖു ബിഹി ബൈന, അങ്ങനല്ലേ? എന്നാണ് ആയത്ത്? മാ യുഫർരിഖു ബിഹി 102-ാമത്തെ ആയത്ത് എടുത്തു നോക്ക്. മാ യുഫർരിഖു ബിഹി, അങ്ങനെയല്ലേ മോനെ? ബൈന അല്ലേ? മാ യുഫർരിഖു ബിഹി ബൈനൽ മർഇ വസൗജിഹി 102. ഒന്നവർ പഠിച്ചു. അത് കാരണം വിട്ടുപിരിക്കും. ആരെ? ബൈനൽ മർഇ വസൗജി, ഒരാളെയും എണയുടെയും ഇടയിൽ വിട്ടുപിരിക്കും. അപ്പൊ എണബന്ധം അവിടെ ഉണ്ടാവില്ല. അതാണ് എന്ത്? സിഹിർ. ഈ സിഹിർ ലോകത്ത് ഇനിയിപ്പോ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പം മനസ്സിലാവും. ഇത് ഇല്ലാതാക്കിയ ജനതയാണ് ഏത്? യൂറോപ്യൻ ജനത. അവിടെ ഭാര്യ ഭർത്താവില്ല. അതെ അതെ, ബിഹി. അതെ, മാറൂത്തിൽ നിന്ന് ഈ ജനങ്ങൾ പഠിക്കാൻ തുടങ്ങി. ഒരു വിദ്യ, യുഫരിഖൂന ബിഹി, ആ വിദ്യ കൊണ്ട് അവർ വിട്ടുപിരിക്കും. ബൈനൽ മർഇ വസൗജിഹി, ഒരാളെയും അയാളുടെ ഇണയുടെയും ഇടയിൽ. അപ്പൊ ഒരു വിദ്യ, ആ വിദ്യ കൊണ്ട് അവർ ഒരാളെയും ഇണയുടെയും ഇടയിൽ വിട്ടുപിരിക്കും. അപ്പൊ ഏതാണ് ആ വിദ്യ? സിഹർ. സിഹറിന്റെ ആയത്താണല്ലത്. പറഞ്ഞില്ലേ? സിഹർ ഒരാളെയും എണയും വിട്ടുപിരിക്കാം. എണയെ വിട്ടുപിരിഞ്ഞ അരാജകത്വം വന്നു. തന്നെ ഇപ്പൊ ഭാര്യ ഭർത്താവ്. ഇനി അത് രണ്ടാമത്തെ കാര്യം, ഒരു പെണ്ണ്, ആ പെണ്ണിന് ഓളെ ഭർത്താവ് ഉണ്ടെങ്കിൽ, ഭർത്താവ് പ്രത്യേകിച്ച് നാട്ടിലുണ്ടെങ്കിൽ ഭയങ്കര വ്യവസ്ഥ ഉണ്ടാവും. ഭർത്താവ് പോയി 2 കൊല്ലം 3 കൊല്ലം കഴിഞ്ഞിട്ട് വരിക, പിന്നെ ഓളെ വ്യവസ്ഥ നഷ്ടപ്പെടും. ഒത്തിരി അങ്ങാടി കണ്ടാൽ, അങ്ങാടി കണ്ട് ഓള് വർത്താനം പറഞ്ഞ ആണുങ്ങളോട് വർത്താനം പറഞ്ഞ് കണ്ട വേറുള്ളവർ എന്താ പറയാ? ഓളെ ചങ്ങായിന് 4 കൊല്ലം മുമ്പ് പോയതല്ലേ. നിങ്ങൾക്ക് പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അവിടെ ഇങ്ങോട്ട് പറയും, തിരിച്ചിങ്ങോട്ട് പറയും. ഒരുത്തൻ കുത്തലോട്ട് ഇറക്കാൻ ഉണ്ടാക്കാൻ. അവിടെ ഭാര്യ ഉള്ള ഗൾഫുകാരുണ്ട്, നാട്ടിൽ ഗൾഫിൽ ഭാര്യയും കൂടി ജീവിക്കുന്നവരുണ്ട്. ഒരെവിടെയും കാണൂല. ഒരു ആഴ്ചയിൽ ഒരു മയ്യത്ത് നിസ്കാരത്തിന് കൂടിയെങ്കിൽ കൂടും.
വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയൊക്കെ ഗൾഫിൽ പിന്നെ ബിരിയാണി മറ്റൊക്കെ വെച്ച് നേരം വെളുക്കുന്ന പെപ്സിയും കുടിച്ച് കുതിര വിട്ടിറക്കും. ഇബനെ കിട്ടൂല. എന്തുകൊണ്ട്? ഓൻ എന്തുണ്ട്? കുടുംബമുണ്ട്. അപ്പൊ ഒരു മനുഷ്യനെ നന്നാക്കും, സാംസ്കാരിക ബോധമുള്ളവനാക്കുന്നതിന്റെ പിന്നിൽ എന്താണ്? കുടുംബം, ഭാര്യ, കുടുംബം. അത് യൂറോപ്പിൽ ഇല്ലാതെയാക്കി. ഇനിയിപ്പോ നമ്മളെ നാട്ടിലേക്ക് അത് കയറി വരികയാണ്. അതിനാണ് യൂറോപ്യനൈസേഷൻ അറിയാം. പിന്നെ ഇവിടെ യൂറോപ്യൻ വൽക്കരണം. യൂറോപ്യൻ വൽക്കരണത്തെ തടഞ്ഞ നബിയാണ് ആര്? മുഹമ്മദ് മുസ്തഫ. നിയോഗം എന്ന പുസ്തകം നിങ്ങൾ വായിച്ചിരിക്കണം. അപ്പോഴേ നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ. അത് വായിക്കൽ ഒരു മുസ്ലിമിന് നിർബന്ധമാണ്. എല്ലാ മുസ്ലിം പുസ്തകം വായിക്കുന്ന നിർബന്ധമാണ്. അപ്പോഴേ റസൂൽ മനസ്സിലാവും. അത് 1400 കൊല്ലം, 1900 വരെ തടഞ്ഞു നിർത്താൻ മുസ്ലിം ലോകത്തിന് കഴിഞ്ഞു. 1902 യൂറോപ്പിലേക്ക് വാതിൽ തുറന്നു. 1908 അവസാനത്തെ മുസ്ലിം ഖലീഫയെ പുറത്താക്കി ഗ്രീസിലേക്ക് നാട് കടത്തി, അബ്ദുൽ ഹമീദ് രണ്ടാമനെ. അതോടുകൂടെ യൂറോപ്പ് ഇങ്ങോട്ട് കയറി. അതിന് മുമ്പേ ഉണ്ട്, ദുർബലമാക്കിയിട്ടുണ്ട്. പിന്നെ അവരിങ്ങോട്ട് കയറി. ഇന്ന് മുസ്ലിം ലോകത്ത് ഖലീഫ ഇല്ല. എന്തിനാ മുസ്ലിങ്ങൾക്ക് ഖലീഫ? മുസ്ലിങ്ങളെ വ്യവസ്ഥിതി നിലനിർത്താൻ. ഇന്ന് ഇല്ല. നാട്ടുരാജാക്കന്മാരാ, അവരാരല്ല. ഖലീഫയില്ല. ഖലീഫയാണ്. ഖലീഫയല്ല, രാജാവാണ്. കിങ് മലിക്, കിങ് സൽമാൻ കിങ് ആണ്. ആരല്ല? ഖലീഫല്ല. ഖലീഫയില്ല. അവസാനത്തെ ഖലീഫയെ പുറത്താക്കുന്നത് 1908 അത് കഴിഞ്ഞ് 6 കൊല്ലം കഴിഞ്ഞപ്പോൾ 1-ാം ലോക മഹായുദ്ധം ഉണ്ടായി. എന്തിന്? മുസ്ലിം ലോകത്തെ തകർക്കാൻ വേണ്ടി ഉണ്ടാക്കിയത് 1-ാം ലോക മഹായുദ്ധം. അപ്പൊ ഖലീഫ പോയി. ഖലീഫ ഗ്രീസിലേക്ക് നാട് കടത്തി. പിന്നെ യൂറോപ്പ് ഇങ്ങോട്ട് കയറി വന്നു. ഇന്ന് നമ്മളെ ഭരിക്കുന്ന യൂറോപ്പാണ്. ഇന്ന് മക്കയിലെ ഭരണം പോലും യൂറോപ്പിന്റെ കയ്യിലാണ്. എല്ലാ നാടുകളും യൂറോപ്പിൽ വ്യാപിച്ചു. അവർ ഉടുമ്പിന്റെ മാളത്ത് കയറിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കയറി. ഇനി നമുക്ക് നിസ്കാരം എന്ന ഈ ചൂട്ട് മാത്രമേ ബാക്കിയുള്ളൂ. ഇസ്ലാം നമ്മളെ കയ്യിലില്ല, ഒരിക്കലും ഇല്ല. കണ്ണുപ്പൊടിയിടൽ, അതായത് ഇസ്രായേലികളോട് ടൈപ്പായിട്ട് അവർ എല്ലാ ഒത്താശയും എല്ലാ കച്ചവടങ്ങളിലും കമ്പനികളിലും ഇസ്രായേലിനോട് കൂടെയാണ് അറബികൾ. ആ അറബികൾ എപ്പോഴെങ്കിലും ഇസ്രായേൽ യുദ്ധം നിർത്തിയാൽ ഗസയിലേക്ക് ഭക്ഷണം കൊണ്ടു കൊടുക്കും. അവരെ നമ്മൾ മൗലവിമാരും മൂല്യന്മാരും മാത്രവൽക്കരിച്ച് പറയും. മനസ്സിലാണ്ട് പറഞ്ഞത്? അതാണ് ഇപ്പൊ നടക്കുന്നത്. അവർ ഭക്ഷണം കൊണ്ടു കൊടുത്തില്ലേ? ആരാ കൊല്ലിക്കണത്? ഇവരെന്നെ. ആ യൂറോപ്പിനോട് നമ്മളാണ് ഒത്തുരാജ്യായി. അതാണ് അവർ ഉടുമ്പിന്റെ മാളത്തിൽ കയറിയാൽ നിങ്ങൾ കയറുമെന്ന് മുസ്തഫ നബി പറഞ്ഞു. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഇത് വളരെ ചിന്തിക്കണമെങ്കിൽ വിചാരിച്ചൊന്നല്ല കാര്യം. അത് ബദറും ഉഹുദുമായിട്ട് അതാണ് ഒതുക്കിയിട്ടില്ലെങ്കിൽ യൂറോപ്യൻ സംസ്കാരം ലോകമാകെ വ്യാപിക്കുമായിരുന്നു. അതാണ് ഒതുക്കി മുഹമ്മദ് മുസ്തഫ. അതേസമയത്ത് ബിംബം വെച്ച എല്ലാതും നബി ചവിട്ടി മുറിച്ചിട്ടില്ല. നന്ദി ലോകത്ത് ബിംബം വെച്ച് ഇത്ര അവിടെയൊക്കെ നബി ചവിട്ടി മുറിക്കാൻ. എന്താണ് ഈ പറയുന്നത്? മനുഷ്യന്മാർക്ക് അള്ളാഹു അന്തം തരണം. അന്തം എന്ന് പറഞ്ഞാൽ വെറുതെ നിസ്കരിച്ചുകൊണ്ട് നോമ്പ് പറ്റണം അതുണ്ടാവില്ല. അന്തം എന്ന് അള്ളാഹുവിന്റെ ഒരു തൗഫീഖാണ്. നിങ്ങൾ തമാശ പറയല്ല. നിങ്ങളിത് ഇത് ഭൂമിന്റെ അടിയിൽ കറങ്ങി ഞങ്ങളത് മനസ്സിലാക്കും. ഇപ്പോൾ ഞാനീ പറയുമ്പോൾ നിങ്ങൾക്കത് ഒരു ചൂടായി തോന്നും. ഈ ഭൂമിയുടെ അടിയിൽ ഇറങ്ങിയാൽ ഞാനീ പറഞ്ഞത് സത്യമാണ് എന്ന് നിങ്ങൾ പറഞ്ഞിരിക്കും. ഈ ഭൂമിന്റെ അടിയിൽ ഇറങ്ങണം. അതുവരെ നിങ്ങൾ ഈ നിസ്കാരത്തിന്റെ വലിപ്പത്തിന് പറഞ്ഞു നടക്കും. നിങ്ങൾ നെറ്റിമേലൊരു ചൂട്ടുണ്ട് എന്നതുകൊണ്ട് നിങ്ങൾ അഭിമാനിക്കും. എടാ ഇതെന്താ നിസ്കാരം? അഫ്ദുൽ ശരീരം കൊണ്ട് ചെയ്യുന്ന വലിയ പണി എന്നല്ലേ ഉള്ളൂ. ശരീരം തന്നെ വലിയല്ലോ. കോഴിമുട്ട പൊട്ടിച്ച് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ കുഞ്ചിയും വെള്ളിയും എടുത്തു കഴിഞ്ഞാൽ ചില വീടുകളിൽ എന്ത് ചെയ്യുന്നറിയോ? ചില ചെടിൻ്റെ മേലെ അത് കുത്തി കൊടുക്കുന്നുണ്ടല്ലേ. കോഴിമുട്ടയെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യം അതല്ല. വലിയ കാര്യം അതിൻ്റെ വെള്ളയും കുഞ്ചിയാണ്. ഇതതിൻ്റെ വേസ്റ്റ് സാധനമാണ്. മനുഷ്യനെ സംബന്ധിച്ച് 2 കാര്യത്തിലാണ് മനുഷ്യൻ ഉണ്ടാക്കപ്പെട്ടത്. ഒന്ന് അവൻ്റെ ആത്മാവും ശരീരമാണ്. ശരീരം വേസ്റ്റ് സാധനമാണ്, മണ്ണ് ചാടുന്ന സാധനമാണ്. ആ സാധനം കൊണ്ട് ചെയ്യുന്ന ഏറ്റവും നല്ല കാര്യം എന്താണ്? നിസ്കാരം. മുട്ടൻ്റെ തോട് നമ്മൾ ചെടിക്ക് കുത്തി കൊടുക്കാൻ മതി. എന്നിട്ട് പിന്നീട് നമ്മൾ മുട്ട വാങ്ങിയപ്പോൾ പിന്നീട് നമ്മൾ മുട്ടൻ്റെ തോടിൻ്റെ മാത്രം പറഞ്ഞു. എന്ത് മാത്രമായ തോടാണ്, എന്താണ് മത്താണ് മറിച്ചാണ്. മനസ്സിലായില്ലേ? എന്ന് പറയും പോലെയാണ് നിസ്കാരം വലിയ കാര്യം എന്ന് പറയില്ല. നിസ്കാരാക്കിയ പറ്റും. നിസ്കാരം ഇങ്ങോട്ട് മുട്ടന്റെ തോടിനെ കുഞ്ചി കഴിയിക്കണം.
നിന്റെ തടി കൊണ്ടേറ്റ് റൂഹി കലിയിക്കണം. ഇപ്പൊ നിന്റെ റൂഹ് തടിയുടെ അടിമയാണ്, തടിയോ ഹവയുടെ അടിമയാണ്. അതാണ് നിസ്കാരം. ഈ നിസ്കാരത്തിനെ കൊണ്ട് നന്നായിക്കൂടെ? നന്നാക്ക. അതിന് തടി കൊണ്ടേറ്റ് റൂഹിൽ അലിയിക്കണം. ഇന്ന് നമുക്ക് റൂഹ് അലിഞ്ഞിരിക്കണം. എന്തിൽ? തടിയിൽ. റൂഹിന് ഇന്ന് സ്വയം താല്പര്യമില്ല, തടിയുടേതാണ്, നെഫ്സിൻ്റെതാണ്. നെഫ്സോ അമ്മാറത്ത് ബിസു ആണ്, റൂഹോ അമ്മാറത്ത് ബിസു അല്ല. ഇനി എപ്പോഴാ ആവുക? റൂഹ് അമ്മാറത്ത് ബിസു അമ്മാറും ബിസു ആവും എപ്പോൾ? റൂഹ് വഴിപ്പെടുമ്പോ. ആർക്ക്? തടിക്ക്. തടിയോ? തടി റൂഹിനെ പറ്റി ഗ്രഹണം കൊടുത്തു. ആർക്ക്? റൂഹിന്. ഇന്ന് റൂഹിന്റെ ശക്തി ഇല്ല. നമ്മളെ റൂഹിന്റെ ശക്തി ഇല്ല. റൂഹിന്റെ ശക്തി ഉണ്ടെങ്കിൽ ഒക്കതാരിക്കാൻ ഒരു ഇബ്രാഹിം മലക്കുത്ത് സമാത്ത് ആകാശത്തിന് മേലെ നോക്കാൻ കഴിയും റൂഹിന്. ഇതൊക്കെ പഠിക്കണം. വിഷയത്തിലേക്ക് തിരിച്ചു വരിക. അള്ളാഹു നമുക്ക് ബോധം തരട്ടെ. നമ്മൾ ചിന്തിക്കണം കുട്ടികളെ, വളരെ ചിന്തിക്കണം. മുസ്ലിം ലോകം അട്ടിമറിഞ്ഞ് കിടക്കുന്ന ഒരവസ്ഥയാണിത്. ഈ കാണുന്നതെല്ലാം ഇതൊക്കെ അട്ടിമറിയലാണ്. പള്ളി മദ്രസ അതൊക്കെ ഉണ്ടാവും. പള്ളി ഉണ്ടാക്കിയിട്ട് ദുരഭിമാനം പറയുന്ന കാലത്താണ് അന്ത്യനാൾ സംഭവിക്കുക. നിസ്കാരം ഉണ്ടാവുമ്പോഴല്ലേ പള്ളി ഉണ്ടാവുള്ളൂ. നിസ്കാരം പള്ളി നിലനിന്നുകൊണ്ടാണ് എന്തുണ്ടാകുക? ഖിയാമത്ത് നാൾ ഉണ്ടാകുക. അവസാന കാലം. ഈ അവസാന കാലത്ത് ജനങ്ങൾ വലിയ വലിയ പള്ളി കയറ്റും. ലോകാവസാനത്തിന്റെ അടയാളമാണ് എന്ത്? വലിയ പള്ളിയത്തിൽ എ സി ഇല്ലാത്ത പള്ളിയില്ല. അത് ഖിയാമത്ത് നാളിന്റെ അടയാളമാണ്. ഇത് തെറ്റാന്നല്ല ഞാൻ പറഞ്ഞത്. തെറ്റ് ശരി, ചില കാര്യത്തിൽ തെറ്റെന്ത് ശരിയെന്തെന്ന് അറിയില്ല നമുക്ക്. ഇതൊന്നും ദീനല്ല. കുറെ പള്ളി ഉണ്ടായി, അതൊന്നും ദീനല്ല. ദീന എന്ന് പറഞ്ഞാൽ തലച്ചോറ് നേരെ നിൽക്കലാണ്. അതാ ദീന. തലച്ചോറ് നേരെ നിന്നാ അത് ദീനാണ്. തലച്ചോറിനെ അടിമപ്പെടുത്തിയ മറ്റുള്ളവർക്ക് അടിമയായി വിറ്റ് കഴിഞ്ഞാൽ ദീൻ നഷ്ടപ്പെട്ടുപോയി. നമ്മളെ കാത്തി രക്ഷിക്കട്ടെ. നമ്മൾ തലച്ചോറ് യൂറോപ്പിന് വിറ്റുപോയി. 1.25 നൂറ്റാണ്ടിലേറെയായി മുസ്ലിമീങ്ങൾ തലച്ചോറ് യൂറോപ്പിന് വിറ്റുപോയി. എന്നിട്ട് നമ്മൾ നിസ്കരിക്കാണ്. അപ്പോൾ എന്ത് നമ്മളെ ഇബാദത്ത് യഥാർത്ഥ ഇബാദത്താവൂല അവിടെ. ഏറ്റവും വലിയ ആബിദാരാന്ന് ചോദിച്ചപ്പോൾ മുസ്തഫ നബി പറഞ്ഞത് അല്ല, ആക്കലു എന്നല്ലേ? ആക്കല് അള്ളാഹ് കൊടുത്തവനല്ല. ആക്കല് അള്ളാഹ്ക്കല്ല. ഇപ്പോ ആക്കല് യൂറോപ്പിനാണ്. ആക്കല് യൂറോപ്പിന്റെ കയ്യിൽ കൊടുത്തിട്ട് പിന്നെ ഇബാദത്ത് ചെയ്തിട്ട് അതിന് കൂലി ഇട്ടൂലേ? അതിൽക്കട കൂലിയുണ്ട്. കൂലി പുറത്തുള്ളവർ കൊടുക്കണമല്ല. എൻ്റെ മകനും ഒരു പണിക്കാരനും കൂടി എൻ്റെ പാടത്ത് പണിയെടുത്താൽ പണിക്കാരന് കൂലി കൊടുക്കും, രാമന് മകന് കൊടുക്കും. മകന് കൊടുക്കും. ജോനും തമ്മിൽ തെറ്റിക്കണമെങ്കിൽ. മനസ്സിലായില്ല? പറയും മനുഷ്യന്മാര് ആർക്കട ചങ്ങാൽ കൂലിയുണ്ട്. എൻ്റെ അടുക്കളയിൽ പണിയെടുക്കുന്ന പെണ്ണിന് മാസത്തിൽ 10,000 രൂപ കൊടുക്കും. നാളെ ഓളജ് കിട്ടിയല്ലോ, പിന്നെ കൊടുക്കും. പറയടാ അന്തമുട്ടോന്. എൻ്റെ അടുക്കളയിൽ പണിയെടുക്കുന്ന പെണ്ണിന് എന്ത് ചെയ്യും? മാസത്തിൽ 10,000 രൂപ കൊടുക്കും. ഓക്കെ, ഓളജന് കിട്ടിയാലോ, പിന്നെ കൊടുക്കും. എന്തുകൊണ്ട് കൊടുക്കൂല? കൂലി പുറത്തുള്ളവനാ നമുക്ക്. അകത്തുള്ളവന് എന്തില്ല. അള്ളാന്റെ ആൾക്ക് എന്ത് കൂലി? എങ്ങനെ? അള്ളാന്റെ ഒക്കെ അവൻ്റെതല്ലേ, മോൻ്റെ ഒക്കെ അള്ളാന്റെ. ഇന്നലെ വരെ ഓള് കൊടുത്ത പണിക്കാരത്തി നമുക്ക് 10,000 ഉള്ളൂ. ഇന്ന് കബിൽത്ത് ഓളെ ബാപ്പ കുട്ടി നമ്മളെന്ത് പറഞ്ഞു? കബിൽത്ത് മിങ്കനിക്കാന്ന് പറഞ്ഞോടുകൂടെ എന്തായി? നമ്മളതൊക്കെ ഓളതായി, ഓളതൊക്കെ നമ്മൾ പോയി. ഇതൊക്കെ കൂലി. പിറ്റേന്ന് അവിടെ വരുന്ന മറ്റേ പണിക്കാരത്തേക്ക് ഓള് കൂലി കൊടുക്കും. തലേന്ന് വരെ ഓന്റെ വാതിൽക്കൽ കൂലിക്ക് കാത്തിരുന്ന ഓളാണ് പിന്നീട് എന്ത് ചെയ്യാ? അപ്പുറത്തേക്ക് വരുന്നാക്ക് കൂലി കൊടുക്കുക. എന്തുകൊണ്ട്? ഓന്റെ സ്വന്തമായില്ലേ. നീ എന്ത് കൂലിയാണ്? നീ മറ്റവർക്കല്ലേ ഓള് കൂലി കൊടുക്കണ്ട്? കൂലിയാണ് നടക്കണേ. കൂലി പുറത്തുള്ളവർക്ക് കൊടുക്കണതാ. ഞമ്മക്ക് കൂലിയല്ലേ വേണ്ട, നമ്മക്ക് പടച്ചോനെയാണ്. യഥാർത്ഥ മുഅ്മിനീങ്ങൾക്ക്, അള്ളാന്റെ ആരിഫ്യങ്ങൾക്ക് സ്വർഗം പോലും ലക്ഷ്യമല്ല. കാരണം സ്വർഗം കൂലിയാണ്. കൂലി ഒരിക്കലും ലക്ഷ്യമില്ല. സ്വർഗം അവരുടെ ലക്ഷ്യമല്ല. അഴകാർന്ന സുന്ദരി പെണ്ണുങ്ങളും അവരുടെ ലക്ഷ്യമല്ല. സ്വർഗത്തിന്റെ ഹൈമകൾ, ടെന്റുകൾ, സ്വർഗീയമായ വലിയ വലിയ കൊട്ടാരക്കെട്ടുകൾ, അതൊന്നും അവരുടെ ലക്ഷ്യമല്ല. അവരുടെ ലക്ഷ്യം ആരാണ്? അല്ലാഹ് ലക്ഷ്യമല്ല. അല്ലാഹു നമുക്ക് ബോധം തരട്ടെ. അവസാനിപ്പിക്കാം. എവിടെത്തി?
സ്വലാത്തുല്ലാഹി സുമ്മ സലാമുഹു സ്വലാത്തൻ ലനാ കുല്ലൽ മഖാമാതി തജ്ലിബു അലൈഹി സ്വലാത്തുല്ലാഹി സുമ്മ സ്വലാത്തൻ ലനാ സലാത്തൻ ഒരുതരം സലാത്ത് ലനാ നമുക്ക് കുല്ലൽ മഖാമാത്തി എല്ലാ ദറജകളെയും തജ്ലിബു സലാത്ത് വലിച്ചു കൊണ്ടുവരും. ആരിൽ ലയിച്ചാൽ? മുത്തുനബി ലയിച്ചാൽ അലൈഹി സ്വലാത്തുല്ലാഹി സുമ്മ സലാമുഹു സ്വലാത്തൻ ലനാ ബിൽ മുസ്തഫൽ ജദ്ബു യഖ്സിബു അലൈഹി സ്വലാത്തുല്ലാഹി സുമ്മ സ്വലാത്തൻ ഒരു ലനാ നമുക്ക് ബിൽ മുസ്തഫ നബിയെ കൊണ്ട് അൽ ജദ്ബു ഏതു ക്ഷാമവും യഖ്സിബു പരിഹരിച്ച് സമൃദ്ധിയായി തീരും മുസ്തഫ നബിയെ കൊണ്ട്. അതായത് ഏത് ക്ഷാമവും ഇല്ലാതായി സമൃദ്ധിയുടെ സന്തോഷകരമായ അവസ്ഥകൾ വരും. ആരെക്കൊണ്ട്? ഹബീബായ നബിയെ കൊണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം അലൈഹി സ്വലാത്തും ഒക്കെ വരും. പേടിക്കണ്ട, ദുനിയാവ് ആഖിറത്തൊക്കെ കിട്ടും റസൂലുള്ളാഹിനെ കൊണ്ട്. അതെല്ലാം കിട്ടും, പേടിക്കണ്ട വേണ്ട. അലൈഹി സ്വലാത്തുല്ലാഹി സുമ്മ സലാമുഹു സ്വലാത്തൻ ലനാ ബിൽ മുസ്തഫൽ ജദ്ബു യഖ്സിബു സ്വലാത്തൻ ഒരുതരം സ്വലാത്ത് ലനാ നമുക്ക് ബിൽ മുസ്തഫ നബിയെ കൊണ്ട് അൽ ജദ്ബു ക്ഷാമം യഖ്സിബു പരിഹരിച്ച് സമൃദ്ധിയായി തീരും. ആരെക്കൊണ്ട്? ഹബീബായ നബിയെ കൊണ്ട്. അലൈഹി സ്വലാത്തുല്ലാഹി സുമ്മ സലാമുഹു മഅൽ ആലി വൽ അസ്ഹാബി ദഹ്റൻ തുഖർരിബു അലൈഹി സ്വലാത്തുല്ലാഹി സുമ്മ സലാമു മഅൽ ആലി ആലോട് കൂടെ ആലിനും സലാത്തും സലാം ഉണ്ടാകും, അല്ല സഹാബിനുണ്ടാകും. ദഹ്റൻ കാലായ കാലം തുഖർരിബു ആ സ്വലാത്തും സലാമും നമ്മളെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കും. സല്ലല്ലാഹു അലൈഹി വസല്ലം ഓടിച്ചു തീർത്ത് തദക്കർത്തു. ഞായറാഴ്ച നമുക്ക് തദക്കർത്തു വലിയ രസമുള്ള വീത്തുകളാണ്. അപ്പോൾ ആദ്യം മുതൽ നന്നെടുത്തത് മുതൽ നോക്ക്. والكامل المحمود والسؤل والمنى وأنت الحبيب المصطفى والمقرب وقد شهد الله العليم بأنه عليم لخير الخلق خلق محرب عليك صلاة الله ثم سلامه صلاة بها ينقاد للعبد مطلب عليك صلاة الله في كل طرفة كذاك سلام مثل مسك أو طيبه عليه صلاة الله ثم سلامه صلاة لنا كل المقامات تجلب كل المقامات إلا درجകളെയും പദവികളെയും തജ്ലിബു സ്വലാത്ത് വലിച്ചു കൊണ്ടുവരും. عليه صلاة الله ثم سلامه صلاة لنا بالمصطفى الجدب يغصب جدب എന്നർത്ഥം ക്ഷാമം. യഖ്സിബു അത് പരിഹരിച്ച് എന്തായി മാറും? ക്ഷേമവും ഐശ്വര്യവും സമൃദ്ധിയും ആയിത്തീരും. عليه صلاة الله ثم سلامه مع الآل والأصحاب دهرا تقرب ദഹ്റൻ കാലമായ കാലമെല്ലാം അള്ളാഹുവിനും റസൂലിനും ആലിനും അസ്ഹാബിനും സ്വലാത്തു വസ്സലാം ഉണ്ടാകട്ടെ. എങ്ങനത്തെ സ്വലാത്താണ്? തുഖർരിബു ആ സ്വലാത്ത് നമ്മെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കും. അള്ളാഹു തആല തൗഫീഖ് തരട്ടെ. റബ്ബനാ അലൈക തവക്കൽനാ وإليك أنبنا وإليك المصير حسبنا الله ونعم الوكيل نعم المولى ونعم النصير ولا حول ولا قوة إلا بالله العلي العظيم. اللهم أمرتنا بدعائك ووعدتنا بإجابتك لقد دعوناك فأجبنا يا الله يا حي يا قيوم يا حي يا قيوم يا حي يا قيوم. اللهم أنت منتهى رجاء الراجين وغاية ملاذ اللاجين فإلى من تمد الأيادي وترجى منه الحوائج إذا كان فضلك ممنوعا عن العاصين وقد أتينا بابك يا الله بالثناء عليك وبالثناء على حبيبك المصطفى فلا تردن أيدينا خائبين بمحض فضلك وجودك وكرمك يا أكرم الأكرمين.